കാലത്ത് ഇടതുപക്ഷ സർക്കാരിനെ പുകഴ്ത്തി നിൽക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ അതിനിടയ്ക്കാണ് പത്മഭൂഷണം വന്നത്. അപ്പം അവിടെ ഇവിടെ എല്ലാം കയ്യുണ്ടെന്നുള്ളതാണോ സംശയം? ഇത് അങ്ങനൊന്നും ഞാൻ പറയാം, അവിടെ എവിടെയും കയ്യൊന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതിനകത്ത് അദ്ദേഹം ഈ NSSന്റെ തീരുമാനത്തെ സംശയിക്കുന്നത് പോലെ ഞാൻ കൂടുതലായി സംശയിക്കുന്നു ഇവരുടെ ഈ ഐക്യത്തിൻ്റെ പിന്നിൽ ഇടപെടലുണ്ട്, ആരെയോ ഇടപെടലുണ്ട്. ആർക്കാ? ഉണ്ട്. അല്ല, രാഷ്ട്രീയക്കാരനെ ഇങ്ങോട്ട് വിട്ടതില്ല. മകനെ അദ്ദേഹത്തിനൊരു ലക്ഷ്യം കാണുമല്ലോ, ആ ലക്ഷ്യമുള്ള ഒരാളിനെയാണ് ഈ ചർച്ചയ്ക്ക് വിടുന്നത്, ഇങ്ങോട്ട് വിടുന്നത്. അതെങ്ങനെ ഒക്കും? അപ്പം ഞങ്ങൾ BJPയുമായിട്ട് ബന്ധമാണ്, അങ്ങനെയാണ്, ബാന്ധവമാണ്. ഞങ്ങൾക്ക് ഒരു പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഉണ്ടെന്ന് വരുത്താനോ, ഏതെങ്കിലും സമുദായത്തിന് ഞങ്ങൾ എതിരാണെന്നോ, ഏതെങ്കിലും മതത്തിന് ഞങ്ങൾ എതിരാണെന്നോ വരുത്താൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇപ്പോഴും എല്ലാ സമുദായങ്ങളോടൊപ്പം SNDPയോടും സൗഹാർദ്ദപരമായിട്ട് പോകാനാണ് താല്പര്യം. ഞാനതല്ലേ പറഞ്ഞത്. അതായത് ഒരു BJP എന്നോ ഏതെങ്കിലും പാർട്ടി എന്ന് പറഞ്ഞില്ല, രാഷ്ട്രീയ ഇടപെടൽ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. ഇപ്പോഴും ഞാൻ സംശയിക്കുന്നു. ആര്? സമദൂര നിലപാട് രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചോദിക്കാതിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള നിലപാട് സ്വീകരിക്കുന്നതാണോ ഈ പത്മഭൂഷൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ NSSനെ ജനറൽ സെക്രട്ടറിയൊക്കെ പരിഗണിക്കാതെ അയ്യോ, NSS ഞാൻ വിചാരിച്ചിരുന്നത് ഇതിനു മുമ്പേ തന്നെ പത്മഭൂഷൺ എനിക്ക് കിട്ടിയേനെ കേട്ടോ. അതുകൊണ്ട് അതൊന്നും പറയണ്ട, എനിക്ക് അങ്ങനെയുള്ളൊരാഗ്രഹമൊന്നുമില്ല. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ആഗ്രഹമില്ല. ആഗ്രഹം ഉണ്ടായിരുന്നേ എപ്പോഴേ കിട്ടിയേനെ, എന്തെല്ലാം സ്ഥാനമാനങ്ങൾ കിട്ടിയേനെ. ഗവൺമെൻറ്റിന് ഒന്നും വിഷമിക്കാതെ തന്നെ അവർ അത് നടത്തിയെടുത്തത്. പക്ഷെ ഞങ്ങളതിനൊന്നും വീഴുന്ന ആളുകളല്ല എന്നുള്ളത് കൊണ്ടാണ്. അല്ല, ഐക്യ ചർച്ചകൾ വൈകുന്നു, ഇതുപോലുള്ള കോംപ്ലിക്കേഷൻസ് വരുന്നു, ഇതൊക്കെ കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അത് അന്നേരം അത് പറയാം. ഞാനിപ്പോൾ പറയുന്നത് പ്രധാനമന്ത്രിയുടെ കേരളത്തിലേക്കുള്ള ഒരു വരവായിരുന്നു. പ്രധാനമന്ത്രി വന്ന് പോകുന്നതിന്റെ ഒരു ഗ്യാപ്പാണ് ഉണ്ടായതെന്നാണ് അറിയാൻ സാധിച്ചത്. എനിക്കതൊന്നും അറിയാൻ പറ്റില്ല. ഞാനതൊന്നും പറയാൻ ശക്തനല്ല. ഇല്ലില്ല, അത് അടഞ്ഞ അധ്യായം. അത് സൗഹാർദ്ദത്തിന് പോകാമെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഐക്യം എന്തിനാ? എടാ, രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന ആളുകൾ തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും? അത് അവരുടെ പ്രവൃത്തിയിൽ കൂടെ കാണിക്കുന്നു. എന്നു വെച്ചാൽ നമ്മുടെ ഐക്യ ചർച്ചയിൽ തന്നെ BJPക്കാരനായ മകനെ അവിടുന്ന്